ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ കുറച്ച് ചെറുപയറുണ്ട്. ഒരു 50 ഗ്രാം ചെറുപയറും അതുപോലെ തന്നെ ഒരു ബീട്രൂട്ടും കൂടി വെച്ചിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. കുഴച്ച നല്ലൊരു അടിപൊളി കറിയാണ്. രണ്ടും ഹെൽത്തിയാണ്, അടിപൊളിയാണ്. നമുക്ക് ഇത് വൃത്തിയാക്കി കൊണ്ടുവരാം. എല്ലാം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കടുത്ത് കൊത്തിയരിഞ്ഞ് വെച്ച ബീട്രൂട്ടും കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടും. നമുക്കിനി ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒഴിച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഗ്യാസ് കത്തിച്ച് പയറും അതുപോലെ തന്നെ ബീട്രൂട്ട് കൊത്തിയരിഞ്ഞ് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് അടച്ചു വെച്ച് വയ്ക്കാം. ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. നമുക്ക് 3 വിസിൽ കേൾക്കുമ്പോൾ നമുക്കിത് ഇറക്കാം. നമുക്ക് അത് വേവുന്ന സമയത്ത് നമുക്കിതിനൊരു ചെറിയ ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. കുറച്ച് തേങ്ങ വേണം. മുളക് പൊടി, ഇതിന് മുളക് പൊടിയാണ്, പച്ചമുളകല്ല. ബീട്രൂട്ട് മധുരമുള്ളത് കൊണ്ടാണ്. ബീട്രൂട്ട് നല്ല ഹെൽത്തിയുള്ള സാധനമാണ്, കരളിനും എല്ലാം നല്ല. അതുപോലെ തന്നെ ചെറുപയർ. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. 4-5 കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെച്ചിട്ട് കാണിക്കാം. നമ്മുടെ ബീട്രൂട്ടും ചെറുപയറും എല്ലാം ഇതായിട്ട് നല്ല വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. നമുക്കിതിനകത്തോട്ട് അരപ്പ് ചേർക്കാം. ഒരുപാട് അരഞ്ഞും പോണ്ട, അരയാതിരിക്കാനും പാടില്ല. ഈ പരുവത്തിലാണ്. നമുക്കിതിനകത്തോട്ട് ഒഴിച്ച് നമുക്കിതിനൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാം. അപ്പം ഗ്യാസ് കത്തിച്ച് നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ കറിയെല്ലാം നല്ല രീതിയിൽ ഇവിടെ തിളച്ച് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെള്ളമാവാനും പാടില്ല, ഒരുപാട് കട്ടിയല്ല. ഇത് നമ്മൾ ഇറക്കാൻ പോകുന്നു. നമ്മൾ ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. കടുകിട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് താളിക്കാം. നമ്മുടെ ബീട്രൂട്ടും ചെറുപയറും വെച്ചുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.